നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ സഹായിക്കാൻ കാണിച്ച മനസ്സ് കണ്ട് ചോദിക്കുക. നിങ്ങൾ വിചാരിച്ചാ എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാൻ പറ്റുമോ? ഇത്രയും സത്യസന്ധയായ ഒരു കുട്ടിയെ ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. എങ്ങനെയുണ്ട് കുട്ടി കച്ചവടമൊക്കെ? നന്നായി നടക്കുന്നുണ്ട്. ആ, എനിക്കുള്ളത് എടുത്തോളൂ. എന്തൊക്കെയാ വേണ്ടേ? എന്തൊക്കെയാണോ കുട്ടിക്ക് തോന്നുന്നത് അതൊക്കെ എടുത്തോളൂ. ശരി. ഹാരം എടുക്കുന്നുണ്ട്. ഇതോടി. ശരി. അതെ, ഒന്ന് നിന്നെ. ഒന്ന് നിന്നെ. നിങ്ങളുടെ പണം അതിൽ വീണു പോയിട്ടുണ്ട്. ഇതെന്റതല്ല. ആ പണപ്പെട്ടിയിലുള്ള പണത്തിന് എനിക്ക് കണക്കുണ്ട്. ഇതെന്റതല്ല. അല്ല, ഇത് കുട്ടിയുടെ തന്നെയാ. എന്റെ കയ്യിൽ നിന്നൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അത് ഞാൻ സമ്മതിച്ചു തരില്ല. എന്നോട് എന്തെങ്കിലും സഹതാപം തോന്നിയിട്ടാണോ ഈ പണം പെട്ടിയിലിട്ടത്? കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഞാനും അച്ഛനും സംസാരിക്കുന്ന കേട്ടുന്ന്. അപ്പോ ഞങ്ങളുടെ വിഷമങ്ങളും കേട്ട് കാണുമല്ലേ? പക്ഷെ അർഹതയില്ലാത്ത പണം ഒരിക്കലും കൈനീട്ടി വാങ്ങിക്കരുതെന്ന് അച്ഛൻ എന്നെ കുഞ്ഞുനാളിലെ പഠിപ്പിച്ചിട്ടുണ്ട്. കുട്ടി തന്നെ കയ്യിൽ വെച്ചോ, ഞാൻ ഇനി ഇത് തിരിച്ചെടുക്കില്ല. ഈ പണം ഇനി വേണ്ടാന്ന് തീർച്ചയാണെങ്കിൽ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ ഇട്ടോളൂ. ഭണ്ഡാരത്തിൽ നിന്ന് എടുക്കുന്ന പണം കൊണ്ടും പാവങ്ങളെ സഹായിക്കാറുണ്ട്. ദയവായിട്ടിത് വാങ്ങണം. കുട്ടി, എന്നെ സഹായിക്കാൻ കാണിച്ച മനസ്സ് കണ്ട് ചോദിക്കുക. നിങ്ങൾ വിചാരിച്ചാ എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാൻ പറ്റുമോ? ഇത്രയും സത്യസന്ധയായ ഒരു കുട്ടിയെ ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. രാധിക, എന്റെ നമ്പർ വെച്ചോ. എനിക്കൊരു മാഡം ഉണ്ട്. ഞാൻ അവരുടെ കീഴിലാ ജോലി ചെയ്യുന്നേ. എല്ലാവരെയും സഹായിക്കും. കുട്ടിയുടെ കാര്യം ഞാൻ മാഡത്തോട് പറയാം. നന്നായി. ഒരുപാട് ശമ്പളമൊന്നും വേണ്ട. ജോലി എത്ര കൂടുതലായാലും കുഴപ്പമില്ല. തൽക്കാലം എന്റെ അച്ഛനെ എനിക്കൊന്ന് സഹായിക്കണം. അതുവഴി കുടുംബത്തിനൊരു താങ്ങാവണം. കുട്ടി പ്രതീക്ഷിച്ചോളൂ. കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോ മാഡത്തിന് കുട്ടിയുടെ കാര്യത്തിൽ താല്പര്യം ഉണ്ടാവും. താങ്ക് യു. കുട്ടി എന്നും നന്നായിരിക്കണം. കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടി ദൂരെ ഇരുന്ന് ആഗ്രഹിക്കുന്നവരും കാണും. അതാരാ അങ്ങനെ ആഗ്രഹിക്കുന്ന? ഉണ്ട്. ഇത്രയും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുന്നവരും കാത്തിരിക്കുന്നവരും ഒക്കെ ഉണ്ടാവല്ലോ. നടക്കട്ടെ കുട്ടി.
ചേച്ചി ശ്യാമേ, എന്താ ചേച്ചി ഇത്ര നേരം എടുത്ത്? മോളെ കണ്ടോ? പണം കൊടുത്തോ അവക്ക്? കണ്ടു. മോളറിയാതെ മോളുടെ പണപ്പെട്ടിയിൽ ഞാൻ പണവും ഇട്ടു. പക്ഷേ അവളതെനിക്ക് തിരിച്ചു തന്നു. അർഹതയില്ലാത്ത പണം കൈകൊണ്ട് തൊടില്ലെന്ന് അവള് പറഞ്ഞത്. അർഹതയുണ്ടല്ലോ, ഞാനല്ലേ തന്നത്. അത് അവൾക്കറിയില്ലല്ലോ ശ്യാമേ. ആ, രാധിക മോൾ എന്നോടൊരു കാര്യം ചോദിച്ചു. എന്താ? ഒരു ജോലി ശരിയാക്കി കൊടുക്കാൻ പറ്റുമോന്ന്. ചെറിയ ശമ്പളം മതി, ഒരു ജോലി അത്യാവശ്യമാണെന്നാ പറഞ്ഞു. ശരി, ഏത് ജോലി ഇപ്പൊ മോക്ക് കൊടുക്കുക? ഏതെങ്കിലും കമ്പനിയിലോ മറ്റോ ജോലി ശരിയാക്കാം. പക്ഷേ അവൾ അധികം പഠിച്ചിട്ടൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞു. എന്റെ കൂടെ വിളിച്ചു നിർത്താനും പറ്റില്ല. എന്താ ഇപ്പൊ ചെയ്യാം? മോള് നന്നായിട്ട് പാട്ട് പാടുകയും ചെയ്യും, അതിമനോഹരായിട്ട് നൃത്തവും ചെയ്യും. ആണോ? ആ നാട്ടിലെ ആരോട് ചോദിച്ചാലും രാധിക മോളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഐഡിയ പറയട്ടെ. എന്താ? ശ്യാമ പുതിയതായിട്ട് തുടങ്ങുന്ന ആ മ്യൂസിക് സ്കൂളില്ലേ, അവിടെ പഠിപ്പിക്കാൻ വിളിച്ചാലോ രാധികയെ? പാട്ടും നൃത്തവും നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് പഠിപ്പിക്കാൻ വരാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് നല്ല കാര്യ. അതാകുമ്പോ മോൻ എന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. എനിക്ക് നേരിട്ട് കാണുകയും ചെയ്യാലോ. അതൊക്കെ കാണാം, പക്ഷെ അപ്പോഴും നേരിട്ട് പറ്റില്ല. അതും ശ്യാമയുടെ രൂപം കണ്ടാൽ തന്നെ അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ശ്യാമയോട് അവൾ ചോദിക്കുന്ന പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ അതെത്ര കഠിനമായിരിക്കുന്ന എനിക്ക് പറയാൻ പറ്റില്ല. വേണ്ട, നേരിട്ട് കാണണ്ട. അല്ലാതെ എന്തെങ്കിലും മാർഗമുണ്ടോ നോക്കാം. പക്ഷേ ഇത് ചേച്ചി ഫിക്സ് ചെയ്തോളൂ. രാധിക മോളെ നമ്മുടെ മ്യൂസിക് സ്കൂളിലെ ടീച്ചറായിട്ട് വിളിക്കാം. അമ്മയുടെ സ്കൂൾ പഠിപ്പിക്കാനെത്തുന്ന മകൾ. ആദ്യം പഠിപ്പിക്കുന്നു, പിന്നെ ഓരോ ചുമതലകളായി അവളെ ഏൽപ്പിക്കുന്നു. അത് കഴിഞ്ഞ് അവളെല്ലാം നോക്കി നടത്തട്ടെ. അപ്പോഴും ഐശ്വര്യയുടെ ഭീഷണി ഉണ്ടാവില്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.